മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഇടതടവില്ലാത്ത ഒഴുക്ക് തുടരുകയാണ്. ഭക്തർ കൂട്ടമായി എത്തുന്നുണ്ടെങ്കിലും 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും നീണ്ട വരി അനുഭവപ്പെടുന്നില്ല. സന്നിധാനത്തു നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പുലർച്ചെ നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച 18-ാം പടിക്ക് താഴെയും നടപ്പന്തലിലും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഭക്തർക്ക് അധിക നേരം വരി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല. ഒരു മിനിറ്റിൽ ഏകദേശം 80-ലും 85-നും ഇടയിൽ ആളുകൾ 18-ാം പടി കയറുന്നുണ്ട്, അയ്യപ്പ ദർശനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ വലിയ ഒരു വരി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഭക്തരുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പ്രസന്നമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്തും പമ്പയിലും ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ഭക്തർ ഇന്ന് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രസന്നമായ അനുകൂലമായ കാലാവസ്ഥയുണ്ട്. 18-ാം പടിക്ക് താഴെയും 18-ാം പടിക്ക് മുകളിലും ഭക്തർക്ക് വേണ്ട ആവശ്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. ഭക്തരെ പരമാവധി വേഗത്തിൽ 18-ാം പടി കയറ്റി സുഗമമായ ദർശനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം തന്നെ പമ്പയിലും നിലയ്ക്കലിലും എല്ലാം തന്നെ സമാനമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയും വലിയ ഒരു തിരക്ക് കാണുന്നില്ല. പക്ഷേ ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുകയാണ്. കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നും നാളെയും എല്ലാം തന്നെ ഇത്തരത്തിൽ കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. വിപുലമായ സൗകര്യം ദേവസ്വം ബോർഡും മറ്റും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നടപ്പന്തലിൽ അയ്യപ്പ ഭക്തർക്ക് ക്ഷീണിച്ച് പമ്പയിൽ നിന്നും മലകയറി ക്ഷീണിച്ചെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ലഘുഭക്ഷണവും അതോടൊപ്പം തന്നെ ചുക്കുവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വിവിധ ആരോഗ്യ സേവന വിഭാഗങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും പ്രതികൂലമായ കാലാവസ്ഥയല്ല, അനുകൂലമായ കാലാവസ്ഥയാണ്. അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം നടത്തി തിരികെ മടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ വരി നിൽക്കേണ്ട, മണിക്കൂറുകൾ വരി നിന്ന് തളരേണ്ട ഒരു സാഹചര്യം അയ്യപ്പ ഭക്തർക്ക് ഉണ്ടായിട്ടില്ല. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി അയ്യപ്പ ഭക്തർ കൂടുതലായി ദർശനത്തിന് എത്തുമ്പോഴും അവർക്ക് വരി നിന്ന് വലയേണ്ട ഒരു സാഹചര്യമില്ല. ഈ കൃത്യമായ ഇടവേളകളിൽ ഒരു മിനിറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80-ലും 85-നും ഇടയിൽ അയ്യപ്പ ഭക്തരെ 18-ാം പടി കയറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ കുറവില്ലെങ്കിലും തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഇന്ന് ഞായറാഴ്ച അവധി ദിവസം കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. എന്തായാലും നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത അയ്യപ്പ ഭക്തരുടെ പ്രവാഹമാണ് കാനന മധ്യത്തിലെ ക്ഷേത്രാങ്കണത്തിൽ ശബരീശ സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.